ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു മല അല്ലെങ്കിൽ ഒരു കുന്നാണ് നിങ്ങൾ ഈ കാണുന്നത്. ജബലുർ റൂമാത്ത് എന്ന് പറയും. റൂമാത്ത് മല, അതായത് ഉഹുദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളുടെ വരവ് മുൻകൂട്ടി അറിയുന്നതിന് വേണ്ടി കാവൽക്കാരെ, അമ്പും വില്ലുമായി കാവൽക്കാരെ നിർത്തിയ മലയാണിത്. ജബലുർ റൂമാത്ത് എന്ന് പറയും. ഈ മല കാണുന്നതിന് വേണ്ടിയാണ് നമ്മളിന്ന് യാത്ര തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ജബലുർ റൂമാത്തിലെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ഉഹുദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളുടെ വരവ് കാണുന്നതിന് വേണ്ടി, മുൻകൂട്ടി അറിയുന്നതിന് വേണ്ടി ഏതാനും സഹാബികളെ അമ്പെയ്ത്തുകാരായിട്ട് നിർത്തിയ ജബലുർ റൂമാത്ത് എന്ന ഒരു പർവ്വതമാണ്. ആ പർവ്വതത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ജബലുർ റൂമാത്ത്. ഇതിൻ്റെ പ്രത്യേകത, ഈ പർവ്വതത്തിൽ നിന്ന് ഏത് ഭാഗത്ത് കൂടി കേട്ടോ, ഇതൊരു ഉയർന്ന ചെറിയൊരു കുന്നിൻ പ്രദേശമാണ്. ഒരു ചെറിയ കുന്ന്, ഇത്ര ചെറുതെന്ന് പറഞ്ഞുകൂടാ കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏത് ഭാഗത്ത് കൂടെ ശത്രുക്കൾ വരുന്നതും വ്യക്തമായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ തൻ്റെ സ്വഹാബികളെ അമ്പും വില്ലുമായിട്ട് ഇവിടെ കാവൽ നിർത്തിയത്. യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് ഏകദേശം വിജയം ഉറപ്പായ ഘട്ടത്തിൽ ഇവിടെ നിർത്തിയ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കേൾക്കാതെ അനീമത്ത് സ്വത്തുക്കൾ, യുദ്ധമുതലുകൾ വാരിക്കൂട്ടുന്നതിന് വേണ്ടി താഴേക്ക് ഇറങ്ങുകയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം കഴിയാതെ നിങ്ങൾ താഴേക്ക് ഇറങ്ങരുത്, അവസാന ശത്രുവും മരിച്ചു വീഴും, ഞാൻ പറയാതെ നിങ്ങൾ താഴേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേൾക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അനുസരിക്കാതെ യുദ്ധ മുതലുകൾ, അനീമത്ത് സ്വത്തുക്കൾ വാരിക്കൂട്ടുന്നതിന് വേണ്ടി ഈ കാവൽ നിർത്തിയ സഹാബികൾ താഴേക്ക് ഇറങ്ങിയ സമയത്താണ് അന്ന് ഈ പള്ളിയൊന്നുമില്ല. ഈ പള്ളിയുടെ ഭാഗത്തു കൂടി ഖാലിദ് ബിൻ വലീദിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ശത്രുക്കൾ വരികയും മുസ്ലിങ്ങളെ ആക്രമിക്കുകയും ചെയ്യുകയുണ്ടായത്. ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വളരെയധികം നാശനഷ്ടങ്ങൾ നേരിട്ടു. ഞാൻ നേരത്തെ പറയുകയുണ്ടായി. നബിയുടെ പിതൃവ്യൻ ഹംസാർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മിസ്അബ് ബിൻ ഉമൈർ, മക്കയിലെ ഏറ്റവും ധനവാനായ ഒരു സഹാബിയായിരുന്നു മിസ്അബ് ബിൻ ഉമൈർ. മിസ്അബ് ബിൻ ഉമൈർ ഇങ്ങനെ നടന്ന് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗം മുഴുവനും സുഗന്ധം, കിലോമീറ്ററുകളോളം അല്ലെങ്കിൽ മീറ്ററുകളോളം അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിലെ സുഗന്ധം ചെന്നെത്തും എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹവും ഒക്കെ ഷഹീദായ ഒരു യുദ്ധമാണിത്. അങ്ങനെ ഈ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേൾക്കാതെ ഏതാനും സഹാബികൾ ധിക്കരിച്ചതിൻ്റെ ഫലമായിട്ട് മുസ്ലിങ്ങൾക്ക് തോൽവി ഉണ്ടാവുകയാണ് ചെയ്തത്. മുസ്ലിങ്ങൾ തോറ്റ ഒരു യുദ്ധമാണ് ഉഹുദ് യുദ്ധം എന്നറിയപ്പെടുന്നത്. ഈ ഒരു ഗ്രൗണ്ട് പോലെ ഒരു മതിൽക്കെട്ടിനകത്ത്, 4 മതിൽക്കെട്ടിനകത്തുള്ള ഒരു ഭാഗം കണ്ടില്ലേ, അവിടെയാണ് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ ഉൾപ്പെടെയുള്ള ധീര സഹാബികൾ രക്തസാക്ഷിത്വം വരിച്ചത്. അതിനുശേഷം ഹംസ റളിയല്ലാഹുവിൻ്റെ ജനാസ മുശ്രിക്കുകൾ വികൃതമാക്കി എന്നാണ് പറയപ്പെടുന്നത്. അത് ചരിത്രം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കരൾ കടിച്ചു തുപ്പി എന്നാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെയധികം പ്രയാസങ്ങളുണ്ടാക്കിയ ഒരു സംഗതിയായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി പറഞ്ഞത്, അതിനെപ്പറ്റി എനിക്ക് കേൾക്കേണ്ട എന്നാണ്. അത് കേൾക്കാൻ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമില്ലായിരുന്നു. അത്രയും പ്രയാസമുണ്ടാക്കിയ ഒരു സംഗതിയായിരുന്നു നബിയുടെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹുവിൻ്റെ ജനാസയൊക്കെ വികൃതമാക്കിയ ഒരു സംഭവം. അതുപോലെ തന്നെ നബിയുടെ മുൻപല്ല് പൊട്ടുകയുണ്ടായി ഈ യുദ്ധത്തിൽ. അപ്പോൾ ഇതാണ് ആ ഉഹുദ് യുദ്ധത്തിൻ്റെ ചരിത്രം. ഉഹുദ് താഴ്വര നേരിട്ട് കാണുകയാണ്. 4.5 കിലോമീറ്ററാണ് ഈ താഴ്വരയുടെ നീളം. ഇതിനെപ്പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഖിറാത്ത് പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞത്.
അതായത് മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു ഖിറാത്ത് പ്രതിഫലവും, അതായത് ഒരു ഉഹുദ് മലയോളം പ്രതിഫലവും, അതിൻ്റെ പരിപാലനത്തിൽ പൂർണ്ണമായും പങ്കെടുക്കുന്നവർക്ക്, മയ്യത്ത് സംസ്കരണ ചടങ്ങുകളിൽ പൂർണ്ണമായും പങ്കെടുക്കുന്നവർക്ക് 2 ഖിറാത്ത് പ്രതിഫലം. അതായത് മയ്യത്ത് കുളിപ്പിക്കുന്നത് മുതൽ കഫൻ ചെയ്യുന്നത് മുതൽ ജനാസ നമസ്കാരം, അതുപോലെ തന്നെ ഖബറിൽ ഇറക്കുന്നതും, അതുപോലെ തന്നെ മണ്ണ് വാരിയിടുന്നതും, അതുപോലെ തന്നെ തസ്ബീത്ത് ചൊല്ലി പിരിയുന്നത് വരെയുള്ള കർമ്മങ്ങളിൽ പൂർണ്ണമായി പങ്കെടുക്കുന്നവർക്ക് 2 ഖിറാത്ത് പ്രതിഫലമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹറമിലൊക്കെ പോയ എല്ലാ ഭക്തനും മയ്യത്ത് നമസ്കാരം ഉണ്ടാവും, എല്ലാ ഭക്തനും. അപ്പോൾ നമ്മുടെ ഒരു മയ്യത്ത് നമസ്കാരം അള്ളാഹു സ്വീകരിച്ചാൽ മതി. ഹറമിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ 1,00,000 കൂലിയാണ്. ഒരു നമസ്കാരത്തിന് 1,00,000 മടങ്ങ് കൂലിയാണ്. അതുപോലെ തന്നെ മസ്ജിദ് നബവിയിലും ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരു മയ്യത്ത് നമസ്കാരം പോലും ആരും ഒഴിവാക്കരുത്. കിട്ടുകയാണെങ്കിൽ അവസരം കിട്ടുകയാണെങ്കിൽ ഒരു മയ്യത്ത് നമസ്കാരം സ്വീകരിച്ചാൽ തന്നെ നമുക്ക് പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ വലിയ ഉന്നതിയിലെത്താൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള പള്ളിയൊക്കെ പിൽക്കാലത്ത് പിന്നീട് നിർമ്മിച്ചതാണ്. ഈ ഒരു ഭാഗത്താണ് ഞാൻ കാണിച്ചുതരാം. ഈ ഒരു ഭാഗത്താണ്, ഈ മതിൽ കെട്ടിനുള്ളിലാണ് യുദ്ധം നേരിട്ട് നടന്നത്, ശത്രുക്കളുമായി നേരിട്ട് ഏറ്റുമുട്ടിയ സ്ഥലം. അതുപോലെ തന്നെ അവരുടെ യുഹുദ് യുദ്ധത്തിൽ രക്തസാക്ഷികളായവരുടെ ഖബർ സ്ഥിതി ചെയ്യുന്നതും ഈ മതിൽക്കെട്ടിനകത്താണ്. കാണിച്ചു തരാം. ഇതാ ഈ പ്രാവുകൾ പറന്ന് നടക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ. അവിടെ പഴയ ഖബറുകൾ, യുദ്ധത്തിൽ രക്തസാക്ഷികളായവരുടെ ഖബറുകളും ഈ ഭാഗത്ത് തന്നെയാണുള്ളത്. കണ്ടല്ലോ അവിടെ ഈ കെട്ട് ഈ ഭാഗം ഉണ്ടല്ലോ, ഇതൊക്കെ ഉഹുദ് യുദ്ധത്തിൽ രക്തസാക്ഷികളായ സഹാബാക്കളുടെ ഖബറുകളാണ്. ഈ 4 മതിൽക്കെട്ടിനകത്താണ്. ഈ 4 മതിൽക്കെട്ടിനകത്താണ് ഉഹുദ് യുദ്ധം നേരിട്ട് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ നേരിട്ട് ശത്രുക്കളോട് ഏറ്റുമുട്ടിയത്. ഉഹുദിൻ രണാങ്കണ ഭൂമിയിൽ നിന്നുള്ള പാട്ടൊക്കെ കേട്ടില്ലെങ്കിൽ അത് ഇതാണ് കേട്ടോ.